ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മൂന്നാർ ട്രിപ്പിന് ശേഷം നമ്മൾ കാര്യമായിട്ട് എവിടെയും ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലി ട്രിപ്പാണ് അടുത്ത് പോകുന്നത്. അതിൻ്റെ ബഹളാണ് ഇപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പം എല്ലാവരും താഴെയും മേലെയും ഒക്കെ ആയിട്ട് ഫുൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര്, ആക്ച്വലി ഇതൊരു 10-30 പേരുള്ള പരിപാടിയാണ്. സോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോന്നും നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതൊരു അടിപൊളി ട്രിപ്പാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസത്തില്ലല്ലോ, എത്തൂലേ? ഇതാണ് ഇവരെന്തൊക്കെ ഇതായിരുന്നാ വ്ലോഗാണ്. നിന്റെ കോലെന്ന് എല്ലാവരും കാണട്ടെ. മതി അന്നിത, എന്താ ചെയ്യുന്നത്? നീ മാറി. അമ്മേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തും പറയണ്ടോ? ഇതെന്താ ഇത്? അതെന്താ പറയണ്ട? ഉപ്പാവാ? ഓക്കെ, കഴിക്കും. എല്ലാവരും തിരക്കിലാണ്. ഫുള്ള് തിരക്ക്. ഇവിടെയാണ് സിനിജു ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബിരിയാണി സിനിജു ആൻഡ് മനോജ് ഏട്ടൻ. ഫുള്ള് തുടങ്ങി എല്ലാവരും. ഗൈസ്, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കഴിഞ്ഞു, ചോറ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം പറയാം. ഇനി എണീക്കാത്ത ആൾക്കാർക്ക് എണീപ്പിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷെ ബുക്ക് ചെയ്ത ബസ് ബോസാണ്. എന്താ? സോ ഗൈസ്, നമ്മളെ ബസ് വന്നിട്ടുണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് ചെയ്തത് ബോസാണ്, വന്നത് ഫിദാസാണ്. ബസ് ഞാൻ കാണിച്ചത്. അതാണ് നമ്മുടെ ബസ് ഗൈസ്. ഇതിൻ്റെ ഉള്ളുവശം കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എല്ലാവരും കയറുന്നതിന് മുന്നേ നമുക്ക് ബസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കയറി വാ മക്കളെ. ബോസ് എന്താ വരാ? ഞാൻ അതെയാ? ഓക്കെ, അപ്പോൾ ഇതാണ് ബസ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് ഈശ്വര. 2 പീസ്. ഗൈസ്, നമ്മൾ ഈ നിയമങ്ങൾ പുതിയ വരുന്നതിന് മുന്നേ നമ്മളൊരു ട്രിപ്പ് 8 വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആക്ച്വലി ഒരു എന്താ പറയുക, അത്രയും ഗംഭീരമായിട്ടുള്ള സൗണ്ടും ഗംഭീരമായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്താ അവസ്ഥ അറിയില്ല, വലിയ രീതിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പുതിയ നിയമങ്ങൾ ഒന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ 2 ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തിട്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി കയറി എല്ലാവരും വന്നതിന് ശേഷം ഞാൻ പറയാം. ഇതിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. VNT പോകുന്നു, ദേവിനോ പോകുന്നു. ഇല്ല മുത്ത, ഒരു ഹായ് പറയൂ. ഓക്കെ, ആരുമില്ല, ഞാൻ വീഡിയോ എടുക്കുക. കീറ് ലുക്ക് ഒന്നും പറയാനില്ല. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക് കുറിക്കാം ഗായ്സ്. അപ്പൊ കുഞ്ഞുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാരും നിക്ക് ഫോട്ടോ, ഞാൻ വീഡിയോ ആണ്, ഫോട്ടോ എടുത്തോ. മാറണ്ട, മുമ്പെന്ന് മാറണ്ട, വീഡിയോ എടുക്കുന്നതാണ്. സ്പൂൺ വെച്ചിരിക്കുകയാണ് ഒരു വയനാട് തിരി കാണാം. ഒഫീഷ്യലി നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു റിക്കവറിക്ക് കോപ്പിറൈറ്റ് അടിക്കും. നമ്മളെ ഇന്നത്തെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. വണ്ടിയിൽ തന്നെ പൊളിക്കോ
പൊളിക്കരുത്. അപ്പൊ അത് ശ്രദ്ധിച്ച് എല്ലാരും കൈകാര്യം ചെയ്യുക, അടിച്ചു പൊളിക്കുക. നമുക്ക് യാത്ര സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി യാത്ര ആശംസകൾ നേരുന്നു. വിശ്വാകാരം മേഘവർണ്ണം സുഗാംഗം ലക്ഷ്മീകാന്തം. മുട്ടത്തൈലൊന്നും കൂടി പഠിക്കും. സോ ഗൈസ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഇപ്പം ചൊരങ്കേരി ബോയ്സ് ടൗണിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്താ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. സീനില്ല. ഇവിടെ ഇവിടെ ഇറങ്ങുവാണ്. എന്താ രസപ്പെട്ടു. നമ്മളിപ്പോൾ ഒരു പാർക്കിൽ കയറിയിട്ടുള്ളത്. പിള്ളേർക്ക് പാർക്കിൽ കയറി കളിക്കണമെന്ന് ഭയങ്കരമായ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൽ കയറി. പിള്ളേർക്കാണ് കയറിയതെങ്കിലും ഇവിടുന്ന് കളിക്കുന്നത് വലിയ വലിയ ആൾക്കാരാണ്. ഞാൻ കാണിച്ചു തരാം. പാർക്ക് കയറിയത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. അല്ല, പാർക്ക് കയറിയത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം ഇവിടുന്ന് കളിക്കുന്നതൊക്കെ മൂത്ത ആൾക്കാരാണ്. അപ്പോൾ അതെ അല്ലേ, അത് ഫോട്ടോ എടുക്കുന്ന മൂത്ത, പോസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണൻ, എല്ലാം നിരീക്ഷിക്കുന്ന മൂത്തച്ഛൻ. അങ്ങനെ പാർക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റിസോർട്ടിലേക്ക് പോകണം. ഓൾറെഡി ഉച്ചയായി, വിശക്കാനും തുടങ്ങി. എല്ലാവരും കഷ്ടമാണ്. പിള്ളേരൊക്കെ പോവുക എന്നുള്ള രീതിയിലായി. ഇത് പഴശ്ശി പാർക്കാണ്. ഞാൻ ഏതാന്ന് പറഞ്ഞില്ല നേരത്തെ. കുറച്ച് സമയം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. എന്താ പറയുക, കുറച്ച് ഊഞ്ഞാലാടാം, അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം കുട്ടികളെയും കൊണ്ടുവരുന്ന ഫാമിലിയായിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെ. ചെറിയൊരു എൻട്രി ഫീ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിസോർട്ട് മൗണ്ടൻ വൈബ്സ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരിറക്കം. ഒരു വണ്ടിയൊക്കെ വെക്കാനുള്ള സ്ഥലം മാത്രമേ ഇവിടെ ആക്ച്വലി ഉള്ളൂ. ഓക്കെ, പിന്നെ ഇങ്ങനെ നിരനിരയായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അത് എടുക്കാനും പറ്റില്ല. ഓക്കെ, യെസ് 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 കണ്ണാ. ഓക്കെ, ഇതാ ഇവിടെ റൂമുണ്ട്. എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്, സൈഡ് ബാഗ് അവിടെ വെച്ചു. അവിടെ ആരും വരുന്നു പോയോ ഞാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ സോ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഓക്കെ, സംഭവം കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ്.
ഓക്കെ. അപ്പം ബെഡ്റൂംസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. പിള്ളേർ ഓൾറെഡി വന്ന് കളിക്കാൻ തുടങ്ങി. വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവർക്ക്. ഇവിടെ രാവിലെ ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് റൂം ടൂറ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇത് എൻട്രൻസ് ആണ്. ലൈറ്റ്സ് ഒക്കെ ഇടാം നമുക്ക്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് എൻട്രൻസ് ഇങ്ങനെയാണ് ഇവിടെ. then ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്യാരംസ് പരിപാടിയുണ്ട്. ഇതിൻ്റെയൊക്കെ ലൈറ്റ് ഇട്ട് നോക്കട്ടെ ഞാൻ. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ട് ഇവിടെ. ഇതൊരു കോമൺ വാഷ്റൂമാണ്. ദെൻ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു ബെഡ്റൂം. അപ്പോൾ ടോട്ടൽ 2 ഉണ്ട് താഴെ. അവിടെ വേറെ ബെഡ്റൂം ഉണ്ട്. ഓക്കെ, വേറെ ഇവിടെ ഒരെണ്ണം, ദെൻ ഇവിടെ ഒരെണ്ണം. ടോട്ടൽ താഴെ മാത്രം നമുക്ക് 4 ബെഡ്റൂം ഉണ്ട്. ഇനി നമുക്ക് നേരെ മേലെ പോകാം. ഓക്കെ, നേരെ നമുക്ക് ഇവിടുന്ന് മേലെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനൊരു വ്യൂ ആണ്. ഇതാ ഇവിടെയാ ബാഗ്. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ ബാൽക്കണി. സെറ്റാണ്, കിടിലൻ വ്യൂ ആണ്. രാവിലെ തന്നെ അടിപൊളി വൈബായിരിക്കും ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം, അത് ഓൾറെഡി ചിമ്മി കയ്യേറി. അപ്പോൾ പിന്നെ ഇവിടെ ഒരു എല്ലാം കോമൺ ബാത്റൂം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു ബെഡ്റൂം, ഇത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു വാൾ പരിപാടീസ് ഉണ്ട്. ഓക്കെ, അപ്പം വേറൊരു ബെഡ്റൂം ഇവിടെയുണ്ട്. ഓ, നിങ്ങൾക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. അത് കൊള്ളാലോ. AC വയ്യ. ഓക്കെ, ലൈറ്റെല്ലാം ഇട്ടറാ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ബെഡ്റൂം ഇവർ ഓൾറെഡി കയ്യേറി. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയല്ലോ പരിപാടി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കൗണ്ടർ. ഞാൻ താഴെ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ തന്നെ. അപ്പം നമ്മൾ ബാക്കിൽ ഓക്കെ ഇവിടെ ഒരു ഷട്ടിൽ അല്ലെങ്കിൽ എന്തുവേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ദെൻ ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് എന്നല്ല, നമുക്ക് ചെറിയൊരു ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വൈബുള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഫുഡാണ്. ഓക്കെ, അതൊക്കെ നമ്മളിപ്പോൾ കഴിക്കും. സംഭവം അത്യാവശ്യം വൈബുള്ള ഒരു ഏരിയ തന്നെയാണ്. രാവിലെയൊക്കെ നൈസ് മൂടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നേരെ താഴെ ഇറങ്ങി പൂളും പിള്ളേരുടെ കളിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പൂളാണ്. ഓക്കെ, പൂൾ അത്യാവശ്യം കൊള്ളാം, നല്ല പൂൾ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചാടാൻ സെപ്പറേറ്റ് ഉണ്ട്. കുട്ടികൾക്കും അതേപോലെ അഡൾട്ട്സിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് സീനില്ല. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും കളിക്കാനുള്ള ഇഷ്ടംപോലെ വലിയ സ്ഥലമുണ്ട്. ഇതാകെ ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറയാൻ പറ്റുമെങ്കിൽ. ഓക്കെ, നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോയിൻ്റ് പോലത്തെ സെറ്റപ്പാണ്. ഇവിടെ നേരെ ഇവിടെ വന്നിട്ട് ഇരിക്കാം, നിൽക്കാം. അവരുടെ ഒരു മൗണ്ടൻ വൈബ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെയാണ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വേറെ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. കാറൊക്കെ വന്നാണെങ്കിൽ സുഖമായിട്ട് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ സീനില്ല. അതുപോലെ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബസ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂറും പരിപാടിയൊക്കെ. എന്നെ കാണുന്നില്ല അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂറും പരിപാടിയൊക്കെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആവണം. എന്നിട്ട് ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങണം. ഓക്കെ, നല്ല ചിക്കൻ ബിരിയാണി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ബിരിയാണി കഴിക്കാൻ പോകുന്നു. കുടുംബശ്രീ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അതെല്ലാവരും അങ്ങനെ തന്നെ.
ഇതെല്ലാം നാളെ യൂട്യൂബിൽ വരും. എന്നെ എന്നോട് പറയരുത് കേട്ടോ, ഞാൻ യൂട്യൂബിലിടും. എനിക്ക് മലയാളത്തിൽ ഈസ്റ്റ് വെസ്റ്റ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. രാത്രിയത്തെ ഫുഡിന്റെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പ ഈശേട്ടൻ്റെ വകയാണ് കപ്പ അല്ലേ? ഈശേട്ടാ കുക്കിങ്ങുകളാണോ? ഗായ്സ്, അങ്ങനെ നമ്മൾ ബാർബിക്യൂ വിത്ത് ചപ്പാത്തി സെറ്റ് ചെയ്യാണ്. ഓക്കെ, ബാർബിക്യൂ ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ചപ്പാത്തി മാറ്റി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബാർബിക്യൂ സെറ്റ് ചെയ്തു. അതേപോലെ ഇപ്പോൾ ക്യാമ്പ് ഫയർ ബാക്കിൽ റണ്ണിങ് ആണ്. അപ്പോൾ നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ മെയിൻ വൺ ഡേ ട്രിപ്പിൻ്റെ മെയിൻ എന്ന് പറയാനില്ല, വൺ ഡേ ട്രിപ്പ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. മിക്കവാറും എൻ്റെ ചാനലിൽ ഈ ഒരു വ്ളോഗിൽ കംപ്ലീറ്റ് എനിക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കംപ്ലീറ്റ് എനിക്ക് കോപ്പിറൈറ്റ് വരും. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇതുവരെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 9 മണിക്ക് so many things outside, no one congratulated all the people who were playing for football and cricket. Appreciate them. വളരെ നാളായി ആഗ്രഹിച്ച ഒരു യാത്രയാണ് ഇവിടെ ഇന്ന് സമാപനം കുറിക്കുന്നത്.
അങ്ങനെ നമ്മുടെ 1 ഡേ ട്രിപ്പ് ഇവിടെ പൂർത്തീകരിക്കുന്നു. അപ്പം ബാർബിക്യൂ, ഫുഡ്, പിന്നെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും കിടന്നു. നാളെ രാവിലെയാണ് ചെക്കൗട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പം അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, കുറേ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതേപോലെ ഒരുപാട് സന്തോഷമാണ്. എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറായിട്ടുള്ളൊരു ട്രിപ്പ് പോകുന്നത്. ഇനി പെട്ടെന്ന് തന്നെ അടുത്തൊരു ട്രിപ്പ് കൂടി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നാളെ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ പോകണം. കാരണം 31st മോർണിംഗ് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകാനുള്ളതാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വ്ളോഗ്സും കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ.